വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, വടകര ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും ജമാഅത്തെ കോൺഗ്രസ് ബന്ധം ആവർത്തിച്ചു പറയുന്നുണ്ട് CPM. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പുരോഗമിക്കുമ്പോൾ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും എല്ലാ മുഖാമുഖത്തിലും ഈ കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. രഞ്ജിത്തിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇതാദ്യമായി പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗത്തെക്കുറിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട്, ആ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ നേരത്തെയുള്ള സഹകരണത്തെ ഏത് രൂപത്തിലാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് രഞ്ജിത്ത്? സ്മൃതി, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിഭിന്നമായി ജമാഅത്തെ ഇസ്ലാമിയും CPM തമ്മിൽ നടത്തിയിട്ടുള്ള സഹകരണത്തിന്റെ ചില തെളിവുകളെ കുറിച്ച് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ജമാഅത്തെ ഇസ്ലാമി തന്നെ പുറത്തുവിടുന്ന അല്ലെങ്കിൽ UDF കേന്ദ്രങ്ങൾ പുറത്തുവിടുന്ന തെളിവെന്ന് പറയുന്നത് ദേശാഭിമാനി 96 എഴുതിയിട്ടുള്ള മുഖപ്രസംഗത്തെക്കുറിച്ചാണ്. ആ മുഖപ്രസംഗത്തിന്റെ സാഹചര്യം മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് അന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിനെ കുറിച്ചും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിനെ കുറിച്ചും കോൺഗ്രസ് വിരുദ്ധ നിലപാടിനെ കുറിച്ചുമാണ് ഈ മുഖപ്രസംഗം എഴുതിയത്. അതേ മുഖപ്രസംഗത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ നിലപാടിനെ കുറിച്ചും ദേശാഭിമാനി പറയുന്നുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനി ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമി വെള്ളപൂശിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഒരു മറുപടി പറയുന്നത്. രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ആരോപണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് MA അബ്ദുൾ അസീസുമായി കൂടിയിരിക്കുന്ന ഫോട്ടോ, ആരിഫ് അലിയുമായി കോടിയേരി ബാലകൃഷ്ണൻ കൂടിയിരിക്കുന്ന ഫോട്ടോ, അങ്ങനെ മുൻ അമീറുമാരുമായിട്ടൊക്കെ CPM നേതാക്കന്മാർ കൂടിയിരിക്കുന്ന ഫോട്ടോകളെ കുറിച്ചും അവരുടെ ബന്ധത്തെക്കുറിച്ചും ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി AKG സെന്ററിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ച ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കൊപ്പം സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഈ സോളിഡാരിറ്റിയുടെ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി മുഖത്ത് നോക്കി പറഞ്ഞു, സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ സാമൂഹ്യ ദ്രോഹികളാണ്, ഇവരാണല്ലോ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക് നേരെയും സമരം നടത്തുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ നിന്നിട്ടില്ല, പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, കൂടിക്കാഴ്ചകൾ അവരാവശ്യപ്പെട്ട പ്രകാരമാണ് എന്ന് പറയുന്നു. എന്നാൽ 2009-ലും 2011-ലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി CPM-നും LDF-നും പിന്തുണ നൽകിയതിനെ കുറിച്ചും MV ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ അത്തരം തെളിവുകളൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ഞങ്ങൾ ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ആവർത്തിക്കാനാണ് MV ഗോവിന്ദൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം, പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഇന്നും ആവർത്തിക്കുന്നത് 4 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി CPM ബന്ധപ്പെട്ടതും 2009-ലും 2011-ലും അതിനു മുൻപുമൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി LDF-ന് പിന്തുണ നൽകിയതിനെ കുറിച്ചുമൊക്കെയാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.